PM ശ്രീയാണല്ലോ ആകെ വിവാദമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. PM ശ്രീയിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ UDF കേന്ദ്രങ്ങളും നിരന്തരം LDFനെ ആക്രമിക്കുന്നത് മുൻ സർക്കാർ V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ PM ശ്രീ പദ്ധതിയുമായി ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഏകദേശം 95 കോടി രൂപ ഇവർ കൈപ്പറ്റി എന്നൊക്കെയായിരുന്നു പ്രചരണങ്ങൾ. ഡീൻ കുര്യാക്കോസ് കോൺഗ്രസുകാരനാണല്ലോ. ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജയന്ത് അദ്ദേഹം നൽകിയ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, കേരളം ആദ്യഘട്ടത്തിൽ PM ശ്രീയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഒപ്പുവച്ചിരുന്നു. അപ്പോ ഡീനിന്റെ നാലാമത്തെ ചോദ്യം ഉയർന്നു വരുന്നത്, എന്താ എത്ര രൂപ കൊടുത്തു? പദ്ധതിയിലില്ല. അപ്പൊ എത്ര രൂപ? 1 രൂപയും PM ശ്രീ പദ്ധതി മുഖാന്തരം സംസ്ഥാന സർക്കാരിന്, അതായത് ഇടതുമുന്നണി സർക്കാരിന് കിട്ടാൻ ഇടയില്ല. അപ്പോൾ ഈ 95 കോടി 405 കോടി എന്ന് 452 കോടി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയമുണ്ടാകാം. അപ്പോ മുൻ സർക്കാർ അത് ചെയ്തു എന്ന വ്യാജേന ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് ഒരു നീതികേടാണ്. അത് കേരളം തനതായ കേരള മാതൃകയ്ക്ക് വെല്ലുവിളിയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക.